സോ ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലായിട്ട് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ഷിൻഷാൻ വിളിച്ചിരുന്നു. അപ്പോൾ ഷിൻഷാനൊന്ന് വിളിച്ച് നോക്കാം, അതാണ് നമ്മൾ ഇന്നത്തെ പരിപാടി. അപ്പോൾ നമുക്ക് ആദ്യം ഷിൻഷാനൊന്ന് വിളിച്ച് നോക്കാം കേട്ടോ. നമ്മൾ ഇറങ്ങിയാണ്, നമുക്ക് ഫോൺ എടുത്ത് ഷിൻഷാനെ വിളിച്ച് നോക്കാം. ഹലോ ഷിൻഷാനാ, നീ എന്തെന്നെ വിളിക്കാൻ പറഞ്ഞേ? അത് ചേട്ടാ, ചേട്ടനെ അന്വേഷിച്ചിരുന്നു. ചേട്ടനോട് അങ്ങോട്ട് വരാൻ പറഞ്ഞു. ഓക്കേടെ ഷിൻഷാൻ, എന്നാൽ ഞാൻ അതാ വരുന്നത്. അപ്പോൾ ഷിൻഷാനൊന്ന് കൂട്ടാം, അവൻ എന്തൊക്കെ പറയുന്നുണ്ട്. ജാക്കോ ഇന്ത്യൻ ബൈക്കത്ത് ഇന്ത്യൻ തെഫ്റ്റ് ഓട്ടോത്ത് ജാക്കിനെ നമുക്ക് കാണാൻ പോകുന്നതാണ് ഷിൻഷാന് പറയുന്നത്. അപ്പം ഷിൻഷാനെ വേഗം കൂട്ടി കൊണ്ടുവരട്ടോ. അപ്പോൾ ഷിൻഷാനെ വീട്ടിലോട്ടൊന്ന് നമുക്ക് നേരെ കത്തിച്ച് വിടാട്ടോ ഗൈസ്. ഇവിടുന്ന് കുറച്ച് വിടാവുള്ളൂ കേട്ടോ ഗൈസ് ഷിൻഷാനെ വീട്ടിലേക്ക്. ഇതൊക്കെയാണ് ഇവിടുന്ന് വണ്ടീനെ കൊണ്ട്. അപ്പോൾ ഷിൻഷാൻ്റെ വീട് ഇവിടുന്ന് ഇങ്ങനെ പോയി ഗൈസ് ലെഫ്റ്റ് കണ്ടാക്കണേ കേട്ടോ ഗൈസ്. യെല്ലോ വീടാണ് ഷിൻഷാൻ്റെ വീട്. നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഷിൻഷാൻ്റെ വീട്. അപ്പോൾ ഇതാണ് ഷിൻഷാൻ്റെ വീട്. അപ്പോൾ നമ്മൾ ഷിൻഷാനെ വിളിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ഷിൻഷാനെ കെട്ടിക്കണം കേട്ടോ. അപ്പോൾ ഷിൻഷാനെ നീ എന്തെന്നെ വിളിച്ചേ? ഓക്കെ ഷിൻഷാൻ, എന്നാൽ എങ്ങനെ പോവാ? സ്ഥലമൊക്കെ പറഞ്ഞിട്ടേ നീ സ്ഥലം എങ്ങനെ? ഓക്കേടെ ഷിൻഷാനെ, നീ വരുന്നില്ല? അപ്പോൾ ഗൈസ് നമ്മളെ ഷിൻഷാനെ പറഞ്ഞ മാതിരി നമുക്ക് പ്ലെയിനെടുത്ത് പോവാം കേട്ടോ. ട്രെയിനെടുത്ത് പോവുകയാണെങ്കിൽ 3 മണിക്കൂർ യാത്ര ഉണ്ട്. പ്ലെയിനെടുത്ത് പോവുകയാണെങ്കിൽ കുറച്ച് യാത്ര ഉള്ളൂ കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ നമുക്ക് പ്ലെയിനെടുത്ത് പോകാം. അപ്പോൾ നമ്മൾ എയർപോർട്ടിലേക്ക് എത്തിക്കണം കേട്ടോ. ഈ ഷിൻഷാൻ്റെ വീടും എയർപോർട്ടും നമ്മളെ വീടൊക്കെ ഒപ്പാണുള്ളത്. അതുകൊണ്ട് പിന്നെ നമുക്ക് കുറച്ച് പോകാനുള്ളൂ, കുറേ ഒന്നും പോകാനില്ല. അപ്പോൾ ഇതാണ് നമ്മളെ എയർപോർട്ടിൻ്റെ എൻട്രൻസ്. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇടിച്ച് കയറാം കേട്ടോ. ഡ്രിഫ്റ്റ് ചെയ്ത് ഡിഫൻഡറായിട്ട് ഗൈസ് ഡ്രിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഇറങ്ങാം. നമ്മളെ പ്ലെയിൻ ഇവിടെ ഉണ്ട്, നമുക്ക് നേരെ ഇവിടെ ഇറങ്ങാം കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ പ്ലെയിൻ ഇതാക്കണ ഇവിടെ നമുക്ക് ഇതിലാണ് കേട്ടോ ഗൈസ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ നമുക്ക് പ്ലെയിന് നല്ല പ്ലെയിനാണ് കേട്ടോ. ഇതേറ്റവും ഇന്ത്യൻ ബൈക്കൊക്കെ പോയി വരാം. അത്യാവശ്യം നല്ല ഗുഡ് കണ്ടീഷനാണ് ഈ പ്ലെയിനിന്. അപ്പോൾ ഈ പ്ലെയിനായിട്ട് നമുക്ക് ഇന്ത്യൻ ബൈക്കിലോട്ട് ഇന്ത്യൻ തെഫ്റ്റ് ഓട്ടോയിലോട്ട് പോകാം. നമ്മൾ കളിക്കുന്നതാണല്ലോ ഇന്ത്യൻ ബൈക്ക്. അപ്പോൾ നമുക്ക് ഈ പ്ലെയിനെടുത്ത് ടേക്ക് ഓഫ് ചെയ്യാം. നമുക്ക് റൺവേയിലേക്കൊന്നും കയറ്റണ്ട കേട്ടോ, നമുക്ക് ഇവിടുന്ന് തന്നെ ടേക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ഇവിടുന്ന് ഫുൾ ത്രോട്ടിൽ ഫുള്ളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പൊക്കിക്കണ്. യെസ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ടേക്ക് ഓഫ് ചെയ്തണു. വണ്ടി ചെറുതായിട്ട് ടിൽറ്റ് ആയിക്കണേ, ഒന്ന് നന്നാക്കി കൊടുക്കാം. കുറച്ച് ടാസ്ക്കാണ് നന്നാക്കാൻ. അപ്പോൾ ഇങ്ങനെ നന്നാക്കി ഇങ്ങനെ കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നോർത്ത് കൂടെ അങ്ങനെ നേരെ വിട്ട് നമുക്ക് ഇന്ത്യൻ ബൈക്കിൽ നിന്ന് ഇന്ത്യൻ തെഫ്റ്റ് ഓട്ടോക്ക് എത്താമെന്നാട്ടോ പറയുന്നത്. അപ്പോൾ നമുക്ക് പോകുമ്പോൾ പ്ലെയിനിലും വരുമ്പോൾ ട്രെയിനിലും ആണ് കേട്ടോ ഗൈസ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനത്തെ യാത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് നേരെ നമ്മൾ നോർത്ത് പോളിൽ എത്തിയാണ്. അപ്പം നമുക്ക് ഇവിടുന്ന് നേരെ കത്തിച്ച് വിടാം കേട്ടോ. ഇവിടുന്ന് കുറച്ചൊരു ട്രെയിനിൽ പോകുകയാണെങ്കിൽ ഒരു 3 മണിക്കൂർ യാത്ര. അപ്പോൾ ഇതിൽ പോകുമ്പോൾ ഏകദേശം ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂറൊക്കെ യാത്ര ഉള്ളൂ കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഷിൻഷാനെ കുറച്ച് കണ്ടീഷനൊക്കെ പറഞ്ഞാണ്. അപ്പോൾ അവർക്ക് അവിടെ മര്യാദയ്ക്ക് ജീവിക്കണം, അവിടുത്തെ പോലീസുകാർ കുറച്ച് സീനാണെന്ന് കേട്ടോ ഗൈസ് ഷിൻഷാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ കത്തിച്ച് വിടാം കേട്ടോ അങ്ങോട്ട്. അപ്പോൾ നേരെ കത്തിച്ച് വിടാം. ഇത് നമ്മൾ നോർത്ത് പോള് ഇവിടുന്ന് നേരെ പോവാം. അപ്പം നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഇവിടെ എത്തുട്ടോ, ഇന്ത്യൻ ബൈക്കിലെത്തും. അപ്പം നമുക്ക് ഇവിടുന്ന് നേരെ കത്തിച്ച് വിടാം കേട്ടോ. സോ ഗൈസ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ഷിൻഷാൻ വിളിച്ചിരുന്നു. ഷിൻഷാൻ എന്തോ ഒരു കാര്യം പറയാണ്ട് പറഞ്ഞാണ്ട് അവൻ വിളിച്ചിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണെന്നൊന്ന് ചോദിച്ച് നോക്കാം കേട്ടോ. ഷിൻഷാൻ നമ്മൾ ഇന്നലെ കണ്ടപ്പോൾ ഉള്ളതിന്. അപ്പം നമുക്ക് അവനെ വിളിച്ചു നോക്കാം. അവിടെ ഷിൻഷാനെ എന്ത് വിളിച്ച്? ഓക്കേടെ ഷിൻഷാനെ, ഫ്രാങ്ക് ചേട്ടനെ വീടാണെന്ന് പറഞ്ഞ്. അവന് പ്ലെയിനിലല്ലേ വരില്ലേ, നമുക്ക് എന്നാ എയർപോർട്ട് പോയി കൊണ്ടുവന്നാ പോരെ ഫ്രാങ്ക് ചേട്ടനാ? പൈസ ആണെങ്കിൽ ഈ സബ്സ്ക്രൈബേഴ്സ് ഒന്ന് വീഡിയോ കാണുന്ന ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നാലേ പൈസ കിട്ടുള്ളൂ ഗൈസ്. അപ്പം ഗൈസ് നിങ്ങളൊന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാലും ഫ്രാങ്ക് ചേട്ടൻ സിമ്പിളായിക്കാണ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പം നമുക്ക് സബ്സ്ക്രൈബ് ചെയ്താലേ ഗൈസ് നമുക്കൊന്ന്
നല്ല ടോപ്പ് ആയിക്കൊണ്ട് നമുക്ക് ഫ്രാങ്ക് ചേട്ടനെ നമുക്കൊന്ന് സർപ്രൈസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്ത് കത്തിച്ച് വിടാട്ടോ കേസ്. അപ്പോൾ നമുക്ക് നമ്മൾ താറാണ് കേട്ടോ കേസ് എടുത്തിട്ടുണ്ട്. താറിൽ നമുക്ക് പോവാം. ബൈക്ക് വേണ്ട കേട്ടോ, ബൈക്കിന് നമുക്കൊരു താല്പര്യക്കുറവൊന്നുമില്ല. അതില്ല, നമുക്ക് ഫ്രാങ്ക്ലിൻ ചേട്ടനെ ബൈക്കിൽ കയറ്റാൻ പറ്റില്ല. നമ്മളേക്കുള്ള ബൈക്ക് സിംഗിൾ സീറ്ററാണ്. ഫ്രാങ്ക്ലിൻ ചേട്ടനും ഉണ്ടാകുമ്പോൾ ഡബിൾ സീറ്റർ ആണ്. അപ്പോൾ നമ്മളേക്ക് ഡബിൾ സീറ്റർ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ കേസ് നമ്മൾ താറെടുത്തിട്ടുണ്ട്. അപ്പം താറിൽ നമ്മൾ മാപ്പിൽ നേരെ ഇത് വെച്ചിക്കണം കേട്ടോ കേസ്. നമ്മൾ മാപ്പിൽ അടയാളം വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ട് കത്തിച്ച് വിടാം കേട്ടോ കേസ്. അപ്പോൾ നമുക്ക് കത്തിച്ച് വിടാം. അപ്പോൾ താറിലാണ്, താറൊക്കെ നല്ല കുളിപ്പിച്ച് കുട്ടപ്പനാക്കിയിട്ടുള്ളൂ കേട്ടോ കേസ് നമ്മൾ വീട്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഷോർട്ട് കട്ടൊക്കെയാണ് നമുക്ക് ഇതിൽ കൂടെ വിട്ടാലോ എന്നൊരു പ്ലാൻ ഉണ്ട് കേസ്. അപ്പോൾ ഇതിൽ കൂടെ പോകുമ്പോൾ ഇങ്ങനെ പോലീസുകാരെ വെച്ച് സീനാക്കും. അപ്പോൾ നമുക്ക് ഇതിൽ കൂടെ ഇങ്ങനെ കത്തിച്ച് വിടാട്ടോ. നമുക്ക് നേരെ റോഡ് നമുക്ക് കൂടെ ഇങ്ങനെ മെർജ് ചെയ്ത് പോവുക. അപ്പോൾ പോലീസുകാരെ നമുക്ക് വെറുതെ ഒന്ന് പോലീസുകാരെ പിരിയേൽപ്പിച്ചാലോ കേസ്. അപ്പോൾ ഇവിടെ ഇനി ഏതെങ്കിലും ഒരാളുണ്ട്, ആ ആളൊന്ന് ജസ്റ്റ് ഒന്ന് ഇടിച്ചാൽ മതി. ഇവിടെ ഒരാളുണ്ട്, നമുക്ക് ഇയാളെ ജസ്റ്റ് ഒന്ന് ഇടിച്ചാൽ അപ്പോൾ പോലീസ് കേസ് വന്നു കേസ്. അപ്പോൾ നേരെ എയർപോർട്ടിലോട്ട് കത്തിച്ചിടും. ഇവിടെ ഒരു പോലീസുണ്ട്, നമ്മൾ വയറ്റിൽ വണ്ടി വരുന്നുണ്ട്. അപ്പോൾ നേരെ എയർപോർട്ടിലോട്ട് നമുക്ക് കത്തിച്ചു വിടാട്ടോ കേസ്. അപ്പോൾ നമ്മളിവിടെ എയർപോർട്ടിലോട്ട് എത്തിക്കണം കേട്ടോ. അപ്പോൾ ഭയങ്കര മഴയാണ്. ഫ്രാങ്ക്ലിന് ഇവിടെ എവിടെയോ നിൽക്കാനാണ് കേട്ടോ നമ്മൾ ചിൻഷാൻ വിളിച്ച് പറഞ്ഞത്. ഫ്രാങ്ക്ലിൻ്റെ നമ്പർ നമ്മളേക്കില്ല കേട്ടോ കേസ്. അപ്പോൾ ഫ്രാങ്ക്ലിന് എവിടെ നിൽക്കാമെന്നാണ് കേട്ടോ കേസ് പറഞ്ഞത്. അപ്പം ഫ്രാങ്ക്ലിന് എവിടെയെന്നൊന്ന് പോയി നോക്കണം. അപ്പോൾ നമ്മൾ ഫ്രാങ്ക്ലിനെ ഇവിടെ കിട്ടിയിരുന്നു കേട്ടോ. ഹലോ ഫ്രാങ്ക്ലിൻ ചേട്ടാ, എന്തൊക്കെയുണ്ട്? നിങ്ങളെ പറ്റി ചിൻഷാൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു. ആ നല്ല സുഖമാണ് ജാക്ക. എന്താ നിൻ്റെ പാട്? ഷിൻഷാൻ എന്നെ പറ്റി കുറേ എന്തൊക്കെ പറഞ്ഞു. ഈ സിറ്റി ടോപ്പാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഷിൻഷാൻ ഇങ്ങനെ കത്തിച്ച് കിട്ടുകയാണ്. അപ്പോൾ ഈ സിറ്റി ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി കേട്ടോ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് തന്നെ പോകും. ഇന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ റെയിൽവേ സ്റ്റേഷനാക്കി തരൂലേ? അപ്പോൾ ഞാൻ ഇന്നൊന്ന് സിറ്റൊക്കെ ഒന്ന് കറങ്ങാം. ഇന്ത്യ മൈക്കത്തെ സിറ്റി ഒന്ന് കറങ്ങാൻ വേണ്ടിയാണ് ഞാൻ വന്നിട്ടുണ്ട്. ഈ ഇന്ത്യൻ ദഫ്റ്റ് ഓട്ടോത്തെ സിറ്റി കറങ്ങാൻ വേണ്ടി ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു ദിവസം ഇന്ത്യൻ ബൈക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ത്യൻ ബൈക്ക് ടോപ്പാണ്. ഇതേമാതിരി തന്നെ ഇതിനാണോ ടോപ്പാണ് കേട്ടോ ഇന്ത്യൻ ബൈക്ക്. ഇതെന്താ വില്ലേജാണോ ജാക്കെ? വില്ലേജ് ടോപ്പാണല്ലോ. ഇന്ത്യൻ ബൈക്കിലുണ്ട് കേട്ടോ വില്ലേജ്. ഇതേമാതിരി ഇതിനാളെ ടോപ്പ് വില്ലേജ് ഇന്ത്യൻ ബൈക്കിലുള്ള. വില്ലേജ് നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല? ഷിൻചാൻ പറഞ്ഞാൽ നിങ്ങൾ ടോപ്പാണ്. നിങ്ങൾ ടോപ്പാണ് കേട്ടോ. ഇതെന്താ കൃഷി കൂടെ വണ്ടി കയറ്റി കുഴപ്പമില്ല. കുഴപ്പമില്ല തോന്നുന്നു കേട്ടോ. അപ്പോൾ ജാക്കിൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഒന്ന് ജാക്കിനെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് പൊളിയാക്കാം കേട്ടോ. സബ്സ്ക്രൈബ് ലൈക്കൊന്ന് ചെയ്യാം, എന്നാലേ നമുക്ക് പുതിയ എപ്പിസോഡൊക്കെ വിടാൻ പറ്റുള്ളൂ. അതെ ഫ്രാങ്ക്ലിനെ, നീ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്ക്. ഇവരൊക്കെ നല്ല അടിപൊളി പിള്ളേഴ്സാണ്. അപ്പോൾ നമുക്ക് നമ്മളെ വില്ലേജ് ഇതാക്കണം. നമുക്ക് വില്ലേജിൽ നിന്ന് പോകും. വില്ലേജ് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി നേരെ നമ്മളെ റെയിൽവേ സ്റ്റേഷൻ കാണട്ടോ നമുക്ക് കത്തിച്ച് വിടേണ്ട. അപ്പോൾ നമുക്ക് നേരെ ഇവിടുന്ന് വീടിൻ്റെ ജനാലൊക്കെ തകർത്തക്കണേ. അപ്പോൾ ഏതായാലും കുഴപ്പമില്ല. നമുക്ക് നേരെ ഇതൊക്കെ നമ്മൾ അറിയണ ആൾക്കാർ, നമ്മളെ ഫ്രണ്ടിൻ്റെ വീടാണ് കേട്ടോ. ഇത് ഈ ഫ്രണ്ടും നമ്മളെ റിലേറ്റീവ്സിൻ്റെയൊക്കെ വീടാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ മാത്രമേ റിച്ചായി കണ്ടുള്ളൂ, ബാക്കിയുള്ള റിലേറ്റീവ്സൊക്കെ പാവപ്പെട്ടവരാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഇവിടേക്ക് നമ്മളെ റെയിൽവേ സ്റ്റേഷൻ കണ്ടിട്ട് കത്തിച്ച് വിടേണ്ട. അപ്പോൾ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ മാപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രാങ്ക്ലിനെ. അപ്പോൾ നമ്മളെ റെയിൽവേ സ്റ്റേഷൻ പറയുന്നത് ടോപ്പാണ് കേട്ടോ. അപ്പടെ ജാക്ക, ഇതാണ് നിങ്ങളെ നാട്ടിലത്തെ റെയിൽവേ സ്റ്റേഷൻ. ഏതായാലും 2 സ്റ്റേഷനൊക്കെ ഉണ്ടല്ലോ, 2 ഭാഗത്തുള്ള ട്രെയിന്. ഞാൻ ഏതായാലും ഇപ്പോൾ പ്ലെയിനിൽ പോകുന്നില്ല. ഞാൻ ഇപ്പോൾ റെയിൽവേ വഴി ട്രെയിനിലാണ് കേട്ടോ പോകാൻ ഉദ്ദേശിക്കുന്നത്, എൻ്റെ ഇന്ത്യൻ ബൈക്കിലോട്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ടോപ്പാണല്ലേ. അപ്പം നമുക്ക് ഇനി എങ്ങോട്ടാണ് പോകുന്നത്? ഇനി നമുക്ക് ഇവിടെ എന്താ ഇനിയുള്ളത്? നമുക്ക് ഇനി അങ്ങോട്ട് പോകാം. ഇവിടെ ഒരു കാർ ഷോറൂം ഉണ്ടായിരുന്നു. അപ്പോൾ കാർ ഷോറൂം കിട്ടാലോ. കാർ ഷോറൂമിൽ നമുക്ക് എനിക്കൊരു ബൈക്ക് എടുക്കാണ്ടായിരുന്നു. അപ്പോൾ നീ ഒരു ബൈക്ക് എടുത്തരാം. പൈസ ഞാൻ അക്കൗണ്ടിലോട്ട് വിട്ടുതരാം. എനിക്ക് കുറേ പൈസ ഉണ്ട് കേട്ടോ, ഞാൻ അക്കൗണ്ടിലോട്ട് വിട്ടുതരണം കേട്ടോ. അപ്പോൾ എനിക്കൊരു ബൈക്ക് എടുത്തരാം. ഇതാ ഇവിടെ അല്ലേ കാർ. ഇപ്പോൾ തൽക്കാലം ഇവിടെ പാർക്ക് ചെയ്തോ. ടോപ്പായിക്കണം, പാർക്കിങ് ടോപ്പായിക്കണം കേട്ടോ ജാക്കെ. എൻ്റെ പാർക്കിങ് ടോപ്പാണ്. അപ്പോൾ നമുക്ക് ഫ്രാങ്ക്ലിനൊരു ബൈക്ക് എടുത്ത് കൊടുക്കാം. ഈ ബൈക്ക് നമുക്ക് എടുത്ത് കൊടുക്കാം, നമ്മൾ പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ബൈക്ക് ബാക്കിലുണ്ട് എന്നാട്ടോ പറഞ്ഞത്. അപ്പോൾ ഫ്രാങ്ക്ലിൻ ചേട്ടക്ക് നമ്മളൊരു ബൈക്ക് കൊടുക്കണം കേട്ടോ. നമ്മൾ ഷിൻചാനോട് പറഞ്ഞിട്ട് ഫ്രാങ്ക്ലിൻ ചേട്ടക്ക് സർപ്രൈസ് ആയിക്കാണ്ട് ഒരു ബൈക്ക് കൊടുക്കാം. ഈ ഷിൻചാനാണെങ്കിൽ ഫ്രാങ്ക്ലിൻ ചേട്ടനോട് ബൈക്കുള്ളതൊക്കെ പറഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഏതായാലും ബൈക്കൊന്ന് ഓടിച്ച് നോക്കാം. നമുക്ക് ഇനി ഫ്രാങ്ക്ലിൻ ചേട്ടക്ക് ഇത് കയറാൻ പറ്റില്ല കേട്ടോ. അപ്പം നമുക്ക് ഫ്രാങ്ക്ലിൻ ചേട്ടക്ക് എങ്ങനെയായാലും കയറാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ പോകാം. നമുക്ക് ഇവിടെ വെക്കാം കേട്ടോ, സൈഡിൽ ഇങ്ങനെ വെക്കാം. എന്നിട്ട് നമുക്ക് താറെടുത്താണ്ട് തന്നെ നമുക്ക് പോവാം കേട്ടോ. നമുക്ക് ഈ വണ്ടി ഇപ്പോൾ തൽക്കാലത്തിന് നമുക്ക് ഇവിടെ ഇങ്ങനെ സൈഡിൽ പുല്ലിൻ്റെ സൈഡിൽ ഇങ്ങനെ ആക്കി വെക്കാം കേട്ടോ.
കുറച്ചും കൂടി ഇവിടെ മതി. എന്നിട്ട് നമുക്ക് താറെടുത്ത് പോകാം. താറ ഇതിൽ കൂടെ അല്ല ജാക്ക്, അപ്പുറത്ത് കൂടെ. അപ്പം അപ്പുറത്ത് കൂടെ കയറാം കേട്ടോ. എടാ ജാക്ക്, ഈ വണ്ടി ടോപ്പാണല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വണ്ടി. ഇതേതാ ഹയാബൂസാണ്? ഓ അല്ലല്ലേ, നിഞ്ചാണല്ലേ, കവാസാക്കി നിഞ്ചാണല്ലേ. അപ്പോൾ വണ്ടി ഏതായാലും ടോപ്പായിക്കണം കേട്ടോ ജാക്ക. അപ്പോൾ നിൻ്റെ വീട്ടിലോട്ടല്ലേ എടുക്കും, നിൻ്റെ വീടൊക്കെ ഒന്ന് സന്ദർശിച്ചിട്ട് വേണം എനിക്ക്. അവിടുന്ന് നീ എന്നെ ഈ വണ്ടിയിൽ തന്നെ ആക്കി തരില്ല. എന്നിട്ട് എനിക്കിപ്പോൾ തന്നെ പോകണം. അവിടെ കുറച്ച് ബിസി ഉണ്ടായിരുന്നു, അവിടെ എനിക്ക് കുറേ ബിസിനസ്സൊക്കെ ഉണ്ട് കേട്ടോ ജാക്ക. അപ്പോൾ നീ എന്നെ വേഗം ആക്കി കാട്ട്. അപ്പോൾ നിൻ്റെ വീടാണല്ലോ ഇതോ സൈഡിലാണ്ട് കിട്ടില്ല, ടോപ്പേജ് വീടാണല്ലോ. എൻ്റെ വീട് ഇത്രക്ക് വലിപ്പമൊന്നുമില്ലെങ്കിൽ ഈ വലിപ്പമൊക്കെ തന്നെ എൻ്റെ വീടുണ്ട് കേട്ടോ ജാക്ക. ഓ അപ്പോൾ ജാക്ക, എന്തായാലും നീയും ടോപ്പ് ഞാനും ടോപ്പ്, എല്ലാവരും ടോപ്പാണ് കേട്ടോ ജാക്ക. അപ്പോൾ നമുക്കൊരു കുറച്ച് മിഷനൊക്കെ തീർന്ന അവിടെ കുറച്ച് ആൾക്കാർ ആവശ്യം ഉണ്ടായിരുന്നു. ഓക്കേടാ ഫ്രാങ്ക്, ഞാൻ ഇനി ആവശ്യം ഉണ്ടാകുമ്പോൾ വരണേ, നീ എന്നെ വിളിച്ചോളേണ്ടി. ഇതാണ് എൻ്റെ വീട്, നീ വരുന്നില്ല, ഇതാണ് എൻ്റെ വീട്. എൻ്റെ വീട്ടിലോട്ട് ഇങ്ങനെ പോകുമ്പോൾ നീ ഇവിടെ വാ ഈ എൻ്റെ വീട്ടിലോട്ട് ഇങ്ങനെ പോകുമ്പോൾ സൈഡിൽ കണ്ട് ഇത് നമ്മളെ കാർ പോർച്ചാണ്. അപ്പം നമുക്ക് ഉള്ളിലേക്ക് കയറണം. നമുക്ക് ഇതാണ് നമ്മൾ കാർ പോർച്ച്. പിന്നെ ഇത് നമ്മളെ TV, അടുക്കള, പിന്നെ ഇത് നമ്മളെ ബെഡ്റൂമൊക്കെ ആയി കണ്ടാണ് കേട്ടോ വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മേലോട്ടൊന്ന് പോയി നോക്കാം. മേലിലാണ് എൻ്റെ ജിമ്മും ഗെയിമിംഗ് റൂമും അങ്ങനെ എല്ലാം ഉള്ളത് എൻ്റെ ഇതാണ്. അപ്പോൾ എൻ്റെ Malayali.com ഉള്ള ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ ഫ്രാങ്ക്ലിനെ. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ നീ കണ്ടിട്ടില്ലല്ലോ, അവരെ ടോപ്പാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ മേലത്തെ റൂം എന്ന് പറയുന്നത്. ഇവിടെ TV കാണാം കേട്ടോ, TV സോഫ. TV ഒക്കെ 2 കോടിൻ്റെ TV ആണ്. സ്വർണ്ണം കൊണ്ടാണ് കേട്ടോ TV ഉണ്ടാക്കിയിട്ടുണ്ട്. ചില്ലറ പൈസക്കാരനല്ല കേട്ടോ ഞാൻ അടിപൊളി പൈസക്കാരനാണ്. ഇതാണ് എൻ്റെ ഗെയിമിംഗ് റൂം കേട്ടോ. അപ്പോൾ ഗെയിമിംഗ് റൂം ഇങ്ങനെയാണ്, കുറേ കമ്പ്യൂട്ടറും കുറേ കസാലും ഉണ്ട്. എൻ്റെ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ ഇങ്ങനെ കളിക്കാൻ വേണ്ടി ഇവിടെ ജിമ്മും ഉണ്ട് കേട്ടോ. അപ്പോൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്താണ്ടാണ് കേട്ടോ ഫ്രാങ്ക്ലിന് ഞാൻ ഇന്നേക്കാളും മസിലുള്ള ആളായിക്കണ്ടേ. എൻ്റെ ജാക്ക, നിൻ്റെ തള്ളു നിർത്തുമോ? ഇനി ഞാനെങ്ങനെ എൻ്റെ വീട്ടിലോട്ട് പോകും? നീ എന്നെ വണ്ടിയിലാക്കി തരില്ല? എന്താണ് ഫ്രാങ്ക്ലിൻ ഇനി ഇങ്ങനെയൊക്കെ പറയുന്നത്? എൻ്റെ വണ്ടിയിലല്ല, ഞാൻ എൻ്റെ ഹെലികോപ്റ്ററിലാട്ടോ നിന്നെ ആക്കി തരാൻ പോകുന്നത്. എൻ്റെ ഹെലികോപ്റ്റർ മേലെ ഉണ്ട്. അപ്പം മേലോട്ട് പോകാം, അവിടെ എൻ്റെ ഹെലികോപ്റ്റർ ഉണ്ട് കേട്ടോ. ഞാൻ എൻ്റെ ഹെലികോപ്റ്ററിലാണ് കേട്ടോ ആക്കി തരാൻ പോകുന്നത്. അപ്പം നേരെ ഹെലികോപ്റ്ററിൻ്റെ അടുത്തോട്ട് വിടാം. അവിടെ ഫ്രാങ്ക്ലിനാ, ഇവിടെയാണ് എൻ്റെ ഹെലികോപ്റ്റർ. എൻ്റെ ഹെലികോപ്റ്റർ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നിൻ്റെയൊക്കെ ഹെലികോപ്റ്റർ വല്ലതും ഉണ്ടോ? എൻ്റെ ഹെലികോപ്റ്റർ ടോപ്പാണ് കേട്ടോ. അപ്പോൾ എൻ്റെ നമ്പർ എനിക്ക് ഞാൻ തന്നിക്കണം. ഇനി ആവശ്യം ഉണ്ടാകുമ്പോൾ എന്നെ വിളിച്ചാൽ മതി. അപ്പോൾ നീ എൻ്റെ ഹെലികോപ്റ്ററിലോട്ട് വേഗം കയറി. അപ്പോൾ നമ്മൾ ഹെലികോപ്റ്ററിൽ ഫ്രാങ്ക്ലിനുണ്ട് കേട്ടോ. ഫ്രാങ്ക്ലിനെ നിന്നെ റെയിൽവേ സ്റ്റേഷനിലല്ല ഇറക്കേണ്ടത്, എനിക്ക് എയർപോർട്ടിലോട്ടൊന്നും അല്ലല്ലോ പോകേണ്ടത്. ഇല്ല ജാക്കെ, എനിക്ക് എന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കിയാൽ മതി. എനിക്ക് ഇനിയിപ്പോൾ കിടന്ന് പോകണം. എനിക്ക് ഇനി പ്ലെയിൻ ഓടിക്കാമെന്ന് വെയ്യ കേട്ടോ. എന്നെ നീ അവിടെ ഒന്ന് ആക്കി തന്നെ പോയച്ചാൽ മതി. ഞാൻ ഇനി ഇങ്ങോട്ട് വരണ്ട കേട്ടോ. അടുത്ത ആഴ്ച ഞാൻ ഇങ്ങോട്ട് സബ്സ്ക്രൈബേഴ്സൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ ഇങ്ങോട്ട് തന്നെ വരണ്ടേ. അപ്പോൾ ഇന്നെ ഇവിടെ ഇറക്കിയാൽ മതി കേട്ടോ. ഇവിടെ ഫ്രാങ്ക്ലിനെ, ഇവിടാണ് റെയിൽവേ സ്റ്റേഷനിൽ. ഇവിടെ അപ്പുറത്ത് ഇത് ട്രെയിൻ വരും കേട്ടോ, നീ അതിൽ കയറിയാൽ മതി. അപ്പോൾ ഫ്രാങ്ക്ലിനെ ഞാൻ പോവാണ്. നോക്ക് ജാക്ക് ചേട്ടാ, എന്നാൽ പോയിക്കോ, വേഗം വീട്ടിലോട്ട് വിട്ടോ. അപ്പോൾ നമ്മളവിടെ ഫ്രാങ്ക്ലിനോട് ഇറക്കി കൊടുത്തിങ്ങനെ. അപ്പോൾ നമുക്ക് നമ്മളെ വീട്ടിലോട്ട് വിടാം കേട്ടോ. നമ്മൾ വീട്ടിലോട്ട് അപ്പോൾ നമ്മൾ ജാക്ക് നമ്മൾ വീട്ടിൽ പോവാണ് കേട്ടോ. അപ്പോൾ ജാക്ക് നമ്മൾ കുറേ ഹെൽപ്പ് ചെയ്ത് നമ്മുടെ ഹെലികോപ്റ്ററിലാണ് കേട്ടോ ആക്കി തന്നിട്ട്. ജാക്കിൻ്റെ ഹെലികോപ്റ്റർ അല്ല ഇത് വേറെ ഏതോ ഒരു അംബാനിയായിട്ട് ഇങ്ങോട്ട് വന്നിനു, അറിയില്ല. അംബാനി ഇങ്ങോട്ട് വന്നാണ്ട് ട്രെയിനിൽ പോകാൻ നിൽക്കണം, അങ്ങനെ എന്തിനാണ് കേട്ടോ. ഇവിടെ കുറച്ച് പോലീസുകാർ, ഇവിടെ കുറച്ച് ആൾക്കാർ സീൻ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ പോലീസുകാർക്ക് അങ്ങോട്ട് നടക്കണ്ടേ. അപ്പോൾ ഇവിടുത്തെ പോലീസുകാർ കുറച്ച് സീനാണെന്ന് ജാക്ക് ആദ്യം പറഞ്ഞേനെ. അപ്പോൾ നമുക്ക് ട്രെയിൻ വരെ കാത്തു നിൽക്കാം. ഇപ്പോൾ നമ്മളെ ട്രെയിൻ എത്തിയിട്ടോ. ഇതാക്കണ ട്രെയിൻ ഇങ്ങനെ കുതിച്ച് പറഞ്ഞ എന്ന് പറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ട്രെയിൻ ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ട്രെയിനിൽ കയറിയാൽ നമുക്കൊന്ന് പോകാം. നമുക്ക് ഇന്ത്യൻ ബൈക്കിലോട്ട് നമുക്ക് തിരിച്ചു പോകാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ത്യൻ ബൈക്കിലോട്ട് തിരിച്ചു പോകാം. അപ്പം നമുക്ക് ഏല കയറേണ്ട, ഇവിടെ നിർത്തിയാൽ നമുക്ക് ഇതിൽ കയറാം കേട്ടോ. ഇതിൽ കയറാം. അപ്പോൾ നമ്മൾ കമ്പാർട്ട്മെൻറ്റ് നമുക്ക് ഇവിടെ സൈഡിൽ ഇങ്ങനെ പുറത്തോട്ട് നോക്കി നിൽക്കാം കേട്ടോ. ഇവിടെ പോലീസുകാരനൊക്കെ നമ്മളോട് സീൻ ഉണ്ടാക്കണം. നമ്മളെന്ത് ചെയ്താലാണ് പോലീസുകാരനെ നടപ്പും മട്ടൊക്കെ കണ്ടാൽ നമുക്ക് ഇവിടെ. അപ്പോൾ ഗൈസ്, നമുക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മളെ ഇന്ത്യൻ ഫോട്ടോത്തെ സിറ്റൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. കിടിലൻ സിറ്റി ആയിരുന്നു. എനിക്കല്ല സങ്കടം ഇവിടെ നിന്ന് പോകുന്നതിന്. അപ്പോൾ കിടിലൻ സിറ്റൊക്കെ കിടിലായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ബൈ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. പ്ലീസ് നമ്മളവിടെ ഫ്രാങ്ക്ലിൻ ഇങ്ങനെ ഇറക്കി കൊടുത്താണ്. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ ഇതേമാതിരി അടുത്ത കിട്ടിലോസ്ക്ക് വീഡിയോ കണ്ട് അടുത്ത വീഡിയോ ഇനി വീണ്ടും വരാം കേട്ടോ. പ്ലീസ് ബൈ.